നമ്മുടെ ശബ്ദം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ വായു തന്നെയാണ്. നമ്മൾ ശ്വസിക്കുന്ന വായുവാണ്. ആ വായു ഞാൻ ശ്വസിക്കുമ്പോൾ എൻ്റെ ശ്വസനേന്ദ്രിയത്തിലൂടെ മുകളിലേക്ക് കയറി വന്ന് എൻ്റെ സ്വനപേടക തന്ത്രികളിൽ തട്ടി വായിലൂടെയും മൂക്കിലൂടെയും പ്രതിധ്വനിക്കുന്നതാണ് ശബ്ദം എന്ന് പറയുന്നത്. അപ്പോൾ ആത്യന്തികമായി നമ്മുടെ ശബ്ദം എന്ന് പറയുന്നത് നമ്മുടെ വായു തന്നെയാണ്. എനിക്ക് വായുബലമില്ലെങ്കിൽ എൻ്റെ ശബ്ദം ക്ഷീണിക്കും, എൻ്റെ സംഗീതം ക്ഷീണിക്കും. അപ്പം അതുകൊണ്ട് നല്ല ഗായകനോ ഗായികയൊക്കെയായി മാറണമെങ്കിൽ എനിക്ക് നല്ല വായുബലം വേണം. ഒരു നല്ല പ്രസിദ്ധരായിട്ടുള്ള ഗായകരുടെ അവരുടെ പാട്ടെടുത്ത് പരിശോധിച്ചാൽ അറിയാം, അവർക്ക് നല്ല വായുബലമാണ്. അറിയാതെ ഒരൊറ്റ വായുവിലാണ് എത്ര ഹൈ പിച്ചിൽ പിടിച്ച് ലോങ് സ്ട്രെച്ച് ഞാൻ ചെയ്യുന്നത്. അത് എല്ലാ ദിവസവും ഞാൻ കഴിഞ്ഞ 30 വർഷമായിട്ട് പ്രാണായാമം ചെയ്യുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ഒട്ടുമിക്ക സിംഗേഴ്സിൻ്റെയും അല്ലെങ്കിൽ ശബ്ദ ഉപയോക്താക്കളുടെയും അടിസ്ഥാന പ്രശ്നം എന്ന് പറയുന്നത് ആവശ്യത്തിനുള്ള വായുബലമില്ലാത്തതാണ്. അതുകൊണ്ട് എല്ലാ ദിവസവും അതിരാവിലെ എഴുന്നേറ്റ് വയറ് കാലിയായതിനു ശേഷം നമ്മൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നേരെ ഇരുന്ന് 15 മിനിറ്റ് പ്രാണായാമം ചെയ്യാന്നുണ്ടെങ്കിൽ, ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ ശബ്ദം മനോഹരമായിരിക്കും. ഇന്ത്യൻ സംഗീത ശാസ്ത്രത്തിൽ പറയുന്നുണ്ട്, എല്ലാ ദിവസവും പ്രാണായാമം ചെയ്യുന്ന ആ സംഗീതത്തിൻ്റെ ശബ്ദം ഏറ്റവും സുന്ദരമായിരിക്കും, ഏറ്റവും ഇമ്പമുള്ളതായി മാറുമെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് നല്ല ആശംസകൾ നേരുന്നു.